ഹലോ, ഞാൻ രാഗില. ഞാൻ ശ്രീകാന്ത്. എല്ലാവർക്കും എസഹാം റോഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീട് പരിചയപ്പെടുത്താനാണ്. ഈ വീട് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദിനൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഒരു കിടിലൻ വീടും സ്ഥലവും പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ റോഡ് എന്ന് പറയുന്നത് ഉദിനൂർ ഹൈസ്കൂളിലേക്കുള്ള റോഡാണ്. അതായത് ഉദിനൂർ ഹൈസ്കൂൾ എന്ന് പറയുന്നത് തൊട്ട് അടുത്ത് തന്നെയാണ്. അതായത് നടക്കാവുന്ന ഏകദേശം ഈ ഒരു സ്ഥലത്തേക്ക് 1 കിലോമീറ്റർ നടക്കാവെന്ന് പറയുന്നത് നമ്മുടെ ജംഗ്ഷനാണ്. അതായത് മറ്റേ ചെറുവത്തൂരും മറ്റേതിലേക്കൊക്കെ പോകുന്നതായിട്ടുള്ള വഴിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു നടക്കാവുന്ന 1 കിലോമീറ്ററാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. ഉദിനൂർ സ്കൂളിൻ്റെ ഹൈസ്കൂളിൻ്റെ തൊട്ട് അടുത്താണ് ഈ സ്ഥലം വരുന്നത്. നമ്മൾ റോഡ് അവിടെ വരുന്നു. ഇത് വീട്ടിലേക്കുള്ള പ്രൈവറ്റ് റോഡാണ് വരുന്നത്. ഇതാണ് വീട് വരുന്നത്. നല്ല അടിപൊളി ഒരു വീടാണ്. നമ്മളെ ഈ ഭാഗം എന്ന് പറയുന്നത് ഫുൾ റെസിഡൻഷ്യൽ ഏരിയ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ ആണ്. തൊട്ടടുത്തും വീടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ നമ്മളെ റോഡ് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് റോഡാണ് വരുന്നത്. നമുക്ക് വാഹനങ്ങൾ സുഖമായിട്ട് ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള അത്രയും നല്ല സ്പേസ് ഉള്ള വഴിയാണ് വരുന്നത്. ചുറ്റും മതിലും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് കയറി വരുന്ന ഗേറ്റ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മുറ്റം കല്ലാണ് വെച്ചിട്ടുള്ളത്. കല്ല് പാവിയിട്ടുള്ള മുറ്റമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കയറി വരാനുള്ള സ്റ്റെപ്പ് ഈ ഒരു ഭാഗത്താണ്. ടൈലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു സിറ്റ് ഔട്ടിലേക്കാണ് കയറി വരുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രത്യേകതയുള്ളൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. അതായത് നമുക്ക് സിറ്റ് ഔട്ട് വളരെ വലുപ്പമുള്ള സിറ്റ് ഔട്ടാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്ത് അങ്ങനെ ആ ഒരു ഭാഗം അങ്ങനെ ഫുള്ളായിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ ഉൾപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സിറ്റ് ഔട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ പില്ലർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പില്ലറിൻ്റെ
മുകളിലോട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇത്. അതിന് ചെയ്തിട്ടുള്ള ഒരു ടൈൽ എന്ന് പറയുന്നത് നമ്മളെ കല്ലാണ്, നമ്മളെ സാധാരണ ചെത്തുകല്ലിൻ്റെ ഒരു പാളികളായിട്ടുള്ള സാധനമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് നല്ല ഒരു ഭംഗി കൊടുക്കുന്നുണ്ട് ഈ ഒരു സിറ്റൗട്ടിന്. അതുപോലെ തന്നെ ഒരു ലോക്കിംഗ് സ്റ്റോൺ എന്നുള്ള രീതിയിലാണ് ഈ ഒരു എൻ്റയർ വീട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ടെക്സ്ചറും ആ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു വീടിന്. അപ്പോൾ സിറ്റിംഗ് ഏരിയ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഇരിക്കാനുള്ള, അതായത് നല്ലൊരു കാറ്റും കൊണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള, ഒരുപാട് പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ളതാണ് ഇതിൻ്റെ സിറ്റ് ഔട്ടിൽ ചെയ്തിരിക്കുന്ന ആ ഒരു സിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. വളരെ ലോങ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. അപ്പം തന്നെ നമുക്ക് ഈ ഒരു ഫ്ലോറിനെ പറ്റി പറയുകയാണെങ്കിൽ 2x4 വലുപ്പമുള്ള വിട്രിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും സ്പേസർ ഇട്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസൈനും ആ ഒരു ഹാങ്ങിങ് ലൈറ്റും ആ ഒരു സിറ്റ് ഔട്ടിനെ ഒന്നും കൂടി മനോഹരമാക്കുന്നുണ്ട്. ഇനി ആ വാളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ആർട്ട് പിക്ചറും അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ഡോറും നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് ഈ ഒരു സിറ്റ് ഔട്ടിന്. ഞാൻ ഒരുപാട് പ്രാവശ്യം ആയി പറയുന്നു ഭംഗി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോയിൽ എത്രത്തോളം കാണിക്കാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു നല്ലൊരു രസമുണ്ട് ആ ഒരു വീട് കാണാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ ആ മെയിൻ ഡോറിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ പഴയ ഇല്ലങ്ങളിലും അങ്ങനത്തെ എല്ലാം ഉണ്ടാകുന്ന ടൈപ്പിലെ ഒരു ഡോറാണ് വരുന്നത്. നല്ല 2 പാളിയിൽ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ള മെയിൻ ഡോർ തന്നെയാണ് വരുന്നത്. മൺചിത്രത്താഴിൻ്റെ ആ ഒരു ലോക്ക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ വീതിയുള്ള കട്ട്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രെയിംസൊക്കെ കണ്ടില്ല, നല്ല വീതിയും കാര്യങ്ങളുണ്ട്. നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം. നമ്മൾ മെയിൻ ഡോറ് കടന്ന് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ലിവിങ് ഏരിയ എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ്. നമ്മൾ ഒരു സിറ്റിംഗ് ഏരിയയിൽ ചെയ്തിട്ടുള്ളത് ഒരു എൽ ഷേപ്പിലുള്ള ഒരു സോഫയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു സോഫയും ആ ഒരു ടി വിൻ്റെ ലെങ്ത്തും അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ എത്രത്തോളം ലെങ്ത്ത് ഈ ഒരു ലിവിങ് ഏരിയക്ക് ഉണ്ടെന്ന്. ലിവിങ് ഏരിയയിലും യൂസ് ചെയ്തിട്ടുള്ളതും അതേ ഞാൻ നേരത്തെ സിറ്റ് ഔട്ടിൽ പറഞ്ഞ ആ ഒരു 2x4 വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ്. ടി വി ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതെന്ന് പറയുന്നത് ആ ഒരു ടി വിയും ആ ഒരു കല്ലിൻ്റെ ആ ഒരു ഡിസൈനും ആ ഒരു സ്ട്രക്ചറും കൂടിയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതായത് ഇതിൻ്റെ ആ ഒരു നമ്മുടെ ഡോറിൻ്റെ ലെവലിൻ്റെ മുകളിൽ തേച്ചിട്ടുള്ള ആ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അത് ശരിക്ക് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളറ് നല്ല രീതിയിൽ മാച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടെറാക്കോട്ട കളറാണ്, സോറി ഗ്രേ അല്ല, ടെറാക്കോട്ട കളറാണ് ആ ഒരു ഇത് വരുന്നത്. അതും ആ ഒരു വൈറ്റും നല്ലൊരു മാച്ചിങ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് വരുന്നത്. അതിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. അതിനു മുമ്പേ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കാം. നമ്മുടെ ലിവിങ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. വുഡിലാണ് ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല രസമുണ്ട്. അത്യാവശ്യമുള്ള സാധനങ്ങൾ നമുക്കുള്ള ഷോക്കേസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് പോകുന്നതാണ്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗം നമുക്കൊരു ഫാമിലി ലിവിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല വലുപ്പമുള്ള ഏരിയ തന്നെയാണ്. ഒന്നുകിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കാം. നിലവിൽ ഇവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല ഈ ഒരു അത് നമുക്ക് ലിവിങ് സ്പേസ് ആ ഭാഗത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു ഫാമിലി ലിവിങ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത്യാവശ്യം സോഫയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടാൽ ഇതാവും. ഒരു വിൻഡോവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചവും ഈ ഒരു റൂമിലേക്ക്. അപ്പം ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല ക്യൂട്ട് ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണിത്. അതായത് ആ ഒരു വിൻഡോ, 4 പാളിയിലെ ഒരു വിൻഡോ ഈ ഒരു ഡൈനിങ് ഏരിയനെ നല്ല ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് വാഷിംഗ് ഏരിയ ആണ്.
ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് ഏരിയ വരുന്നത്. നല്ലൊരു വാഷ് ബേസിനും ആ മിററും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. നമ്മുടെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ബെഡ്റൂമിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ നല്ലൊരു ഫാമിലി കോട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഷെൽഫും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ബെഡ് സൈഡ് ഈ 2 സൈഡിലും വരുന്നുണ്ട്. എന്നിട്ട് തന്നെ നമുക്ക് നല്ലൊരു സ്പേസ് ഈ ഒരു ബെഡ്റൂമിൽ വരുന്നുണ്ട്. അപ്പോൾ ബെഡ്റൂമിൽ സ്പേസിൻ്റെ കാര്യത്തിൽ നിന്ന് യാതൊരുവിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല. നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ഒരു ഭാഗത്തും വിൻഡോസ് വരുന്നുണ്ട്, അതേപോലെ ഈ ഒരു ഭാഗത്തും വിൻഡോസ് വരുന്നുണ്ട്. ഇനി ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് അത് അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് യൂസ് ചെയ്ത കമോഡ്സ് ആയിക്കോട്ടെ, വാഷ് ബേസിൻ ആയിക്കോട്ടെ, എല്ലാം നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഷവർ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ അതും നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ ടച്ചിലുള്ള ഒരു ടൈൽസാണ് ബാത്റൂമിൻ്റെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ടൈൽസും ചെയ്തിട്ടുള്ളത് സ്പേസർ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. അടുത്ത ബെഡ്റൂം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫാമിലി ലിവിങ്ങിനാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ ഡോർ വരുന്നത്. ഈ ഒരു ബെഡ്റൂമിനെ പറ്റിയിട്ടും ഒന്നും പറയാനില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ബെഡ്റൂമിൻ്റെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൽ വരുന്നത്. ആകെയുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ബെഡ്റൂമിൽ വ്യത്യസ്തമാക്കുന്നത്. ബാക്കി റൂമിലെ സ്പേസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് 2x4 വിട്രിഫൈഡ് ടൈൽസ് ആണ്. അത് നല്ല സ്പേസർ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ആ ഒരു എൻ്റെ ഈ ഒരു വീടിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ആ ഒരു ഇൻ്റർലോക്കിംഗ് ടൈല് വെച്ചിട്ട് ആണ് എല്ലാ എൻ്റെ വീടും ചെയ്തിട്ടുള്ളത്. ആ ടൈലും ആ ഒരു വൈറ്റ് കോമ്പിനേഷനും ആ ഒരു നമ്മുടെ ഡോറിൻ്റെ ലെവലിൽ മുകളിലേക്ക് വരുന്ന ആ ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ചൂട് കുറവായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത്, റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൽ ആ ഒരു സീലിംഗ് ആയിക്കോട്ടെ, അതേപോലെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ പ്രോഡക്റ്റ്സ് ആയിക്കോട്ടെ, അതൊക്കെ ഈ ഒരു ബെഡ്റൂമിൽ ചേരുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് കിച്ചണാണ്. നമുക്ക് ആ കിച്ചൺ ഭാഗത്തേക്ക് പോകാം. നമ്മളെ ഡൈനിങ് ഏരിയ വരുന്നു. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു വീടിൻ്റെ കിച്ചൺ വരുന്നത്.
അപ്പോൾ കിച്ചണെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു മോഡുലാർ കിച്ചൺ തന്നെയാണ് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കോമൺ ടോയ്ലറ്റും വരുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറുന്ന സമയത്ത് നമ്മളെ സ്റ്റെയർ കേസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ സ്റ്റെയർ കേസിൽ ഹാൻഡ് റെയിൽസ് വരുന്നത് SS-ൻ്റെ ആണ്. വുഡനിലുള്ള ഒരു ന്യൂൽ പോസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ ഫിനിഷിലുള്ള ടൈൽസ് ആണ്. നല്ലൊരു പാസേജ് പോലെയാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലിവിങ് ഏരിയയുടെ സൗന്ദര്യം കൂട്ടുന്നതിൽ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ പ്ലേസിങ് വളരെ ഗംഭീരമായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു ബാൽക്കണി ഏരിയ പോലെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല, ഈ ഒരു ഭാഗത്തിരുന്നാൽ നമുക്ക് ആ താഴത്തെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഗംഭീരമാണ്. അപ്പം നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കയറി ആ ഒരു മുകളിലേക്ക് വരുന്ന സമയത്ത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. അപ്പർ ലിവിങ് ഏരിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആ ഫ്രണ്ട് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ള ആ ഒരു വുഡൻ വർക്കാണ്. ആ വുഡൻ വർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള കാറ്റാണ് ഈ ഒരു ഭാഗത്തേക്കൂടെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല കിട്ടിലൊരു അന്തരീക്ഷമാണ്. എനിക്ക് ഈ ഒരു വീട്ടിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അതായത് നമ്മൾ സാധാരണ രാവിലെ തന്നെ എണീച്ച് ഒരു കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടി പറ്റിയ ഒരു നല്ലൊരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പേസാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കഥ എഴുതുന്നവർക്കോ അല്ലെങ്കിൽ നമുക്ക് ചിത്രം വരയ്ക്കുന്നവർക്കോ അവർക്കൊക്കെ നല്ലൊരു ഏരിയ ആയിട്ടാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിലെ ഈ ഒരു ഭാഗം വരുന്നത്. അതായത് നല്ല കാറ്റ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ അതാണ്. അപ്പോൾ മുകളിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ അപ്പർ ലിവിങ്ങിൽ നിന്ന് നമ്മുടെ ടെറസിലേക്കുള്ള ഒരു ഡോറ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നല്ല കിടിലൊരു ടെറസാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ വേറെ റൂമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ള സ്പേസ് ഉണ്ട്. ഇനി അഥവാ നമുക്ക് ഷീറ്റ് ഇട്ടിട്ട് വേറെ എന്തെങ്കിലും തുണി അലക്കാനോ തുണി ഉണക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ടെറസും വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. നമ്മളെ വീടിൻ്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗാർഡൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ. നമ്മൾ ഈ വീട് കഴിഞ്ഞാലും നമുക്ക് ഗാർഡനും മറ്റും ചെയ്യുന്നതിനുള്ള സ്ഥലവും ഈ ഒരു വീടിനുണ്ട്. പിന്നെ ഒരു സംഭവം നടന്നാൽ നമുക്കിപ്പം ഒരു അടുക്കളത്തോട്ടം എന്നുള്ള രീതിയിലുള്ള സ്പേസും ഈ ഒരു സ്ഥലത്തിനുണ്ട്. അപ്പം അത്യാവശ്യം ഇവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ വാഴ മറ്റുള്ള കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൃഷിയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എനിക്കറിയില്ല, എങ്കിലും കാണുമ്പോൾ തന്നെ നല്ലൊരു ഗ്രോത്ത് ഉണ്ട്. അപ്പം മണ്ണിൻ്റെ ഒരു ഗുണം കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൂടുതൽ പറഞ്ഞതിനെ കൊളാക്കുന്നില്ല.
അത്യാവശ്യം വാഴയുണ്ട്, തെങ്ങും കാര്യങ്ങളുണ്ട്, പിന്നെ കവുങ്ങ് അങ്ങനത്തിലെല്ലാം വരുന്നുണ്ട്. വീടിൻ്റെ പുറകിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് ഒരു ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോർവെല്ലാണ് വരുന്നത്. അലക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടാങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ട് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ വീടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ, ഈ വീടിൻ്റെ വർക്കിലെ ഓരോ സ്ഥലത്തും യൂസ് ചെയ്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമല്ല, ആ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. അതായത് നല്ല നീറ്റായിട്ട് ഈ ഒരു വീട് ചെയ്തിട്ടുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീടുള്ളത്. വീട് എന്ന് പറയുന്നത് നമ്മുടെ തെക്ക് ദർശനമായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് ചെയ്തിട്ടുള്ളത് തെക്ക് വശത്തേക്കാണ്. നമ്മളെ ആ ഒരു കിച്ചൺ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു കിഴക്ക് ഭാഗത്തേക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. അടുപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് വരുന്നത്. നല്ല മാസ്റ്റർ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ അതാത് സ്പേസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ ഉള്ളിലത്തെ സ്പേസാണ്. അത് ബെഡ്റൂമിലും കിച്ചണിലും ഹാളിലും ഫാമിലി ലിവിങ് ഏരിയയിലായിക്കോട്ടെ, മുകളിലത്തെ ബെഡ്റൂം ആയിക്കോട്ടെ, എല്ലാ ഭാഗത്തും നമുക്ക് നല്ലൊരു സ്പേസ് ഉണ്ട്. അതായത് സാധാരണ ചില വീടുകളിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു കുടുക്കം ഫീൽ ചെയ്യും. ഇതങ്ങനെയൊന്നുമില്ല, നല്ല ഒരു സ്പേസ് നൽകുന്നുണ്ട് ഈ ഒരു വീടിന്. നമുക്ക് പുറം കാഴ്ചയിൽ തന്നെ ഈ ഒരു വീട് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. ഇന്റർലോക്ക് ബ്ലോക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ വീട് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ സ്പേസ് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള സ്ഥലത്തിന് തന്നെ പ്ലോട്ടിൽ തന്നെ ബാക്കിയുള്ള അടുക്കളത്തോട്ടത്തിനും പൂന്തോട്ടത്തിനും ഒക്കെയുള്ള സ്പേസും പിന്നെയുണ്ട്. അപ്പോൾ അത്യാവശ്യം കൃഷിയോ അങ്ങനത്തെ അവർക്ക് താല്പര്യമുള്ളവർക്ക്, കൃഷി ഗാർഡൻ അങ്ങനെ താല്പര്യമുള്ളവർക്കും നല്ലൊരു ഓപ്ഷനാണ്. 3 ബെഡ്റൂമാണ് ഈ ഒരു വീടിന് വരുന്നത്. ഈ വീടിന് ജസ്റ്റ് ഒരു 5 മാസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ തന്നെ വേറൊരു പണിയും ബാക്കിയില്ല, ബാക്കി ഫുൾ ഫിനിഷ്ഡ് ആയ വീട് തന്നെയാണ്. സ്കൂളിൻ്റെ തൊട്ടടുത്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. അതുകൂടാതെ തന്നെ ടൗണിലേക്ക് 1 കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട്. സ്കൂളിന്റെ കാര്യം പറയുകയാണെങ്കിൽ UP സ്കൂളായാലും ഇനി ഹൈസ്കൂൾ ആയാലും തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ കോളേജിന്റെ കാര്യമാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു വീട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് 12 സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഏരിയ വരുന്നത് 2500 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ വീടിന് അവർ ചോദിക്കുന്നത് 76 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഒരു വീട് കാണുവാനും വാങ്ങുവാനും താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ 9495728975. കൂടാതെ നിങ്ങളുടെ വീടോ സ്ഥലമോ ഞങ്ങളുടെ ചാനൽ വഴി സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നീട് വരാം. അതുവരേക്കും ബായ്.